2 ദിവസം മുമ്പ് കളക്ട് ചെയ്ത ഈ ഒരു മെറ്റീരിയൽ കംപ്ലീറ്റ് ചെയ്തതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോയും അതുപോലെ തന്നെ ഇതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത്. നേരെ വീഡിയോയിലോട്ട് പോകാം. ആദ്യം തന്നെ ഈ ഒരു ടോപ്പ് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത് നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു ടോപ്പിൽ ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നത് ഈ ഫ്രണ്ട് പോർഷനിലുള്ള ഈ നെക്കിൻ്റെ ഒരു ഭാഗമാണ് കേട്ടോ. അപ്പോൾ ആ ഒരു ഭാഗം മാത്രമാണ് ഞാനിപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നത്. ബാക്കി എല്ലാ ഭാഗങ്ങളും, അതായത് ബാക്കിയെല്ലാം എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്നൊക്കെ എല്ലാവർക്കും കോമൺ ആയിട്ട് അറിയുന്ന ഒരു കാര്യമാണ് കേട്ടോ. അപ്പോൾ വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യരുതെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ നമ്മൾ ആ നെക്ക് ഭാഗം മാത്രം എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത് കാണിക്കുന്നത്. അപ്പോൾ നമുക്കിത് മെറ്റീരിയൽ കിട്ടുമ്പോൾ തന്നെ ഇതുപോലെ ഫ്രണ്ട് 2 പോർഷനായിട്ടാണ് കേട്ടോ കിട്ടുക. ഇതിന് മുൻപ് നമുക്ക് ഈ ഒരു മോഡൽ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നമ്മൾ റഫായിട്ടൊന്ന് പറഞ്ഞിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിൽ നമുക്കിപ്പോൾ ചാനലിൽ പുതുതായിട്ട് ഒരുപാട് കൂട്ടുകാർ വന്നിട്ടുണ്ട്. അപ്പോൾ അവരുടെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ടാണ് കേട്ടോ നമ്മൾ ഈ ഒരു സ്റ്റിച്ചിങ് വീഡിയോ ഒന്ന് കാണിക്കുന്നത്. അപ്പോൾ നെക്ക് പോർഷന് നമുക്ക് കട്ട് ചെയ്ത് അവർ തരുന്ന സമയത്ത് എല്ലാ സൈഡും പക്കയായിട്ട് തന്നെ ആയിരിക്കും കേട്ടോ. അതുപോലെ കറക്റ്റായിട്ട് തന്നെ നെക്കിൻ്റെ ഭാഗമാണെങ്കിലും ആം ഹോളിൻ്റെ ഭാഗമാണെങ്കിലും ഒക്കെ കറക്റ്റായിട്ട് തന്നെ ഉണ്ടാവും. പിന്നെ ഇതിൻ്റെ ഒരു മെറ്റീരിയലും നല്ല രീതിക്ക് തന്നെ സ്റ്റിച്ച് ചെയ്താൽ നല്ല ഫിനിഷിങ്ങിൽ തന്നെ കിട്ടുന്ന ഒരു മെറ്റീരിയൽ കൂടിയാണ് കേട്ടോ. അതുകൊണ്ട് സ്റ്റിച്ച് ചെയ്യാനായിട്ട് നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ ഈ കട്ട് ചെയ്ത ഭാഗം ഉണ്ടല്ലോ സെൻറ്റർ, അപ്പോൾ ആ 2 സെൻറ്ററും കൂടിയിട്ട് നമുക്ക് ഇതുപോലെ കറക്റ്റായിട്ട് തന്നെ വെച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ആ നെക്ക് തുടങ്ങിയിട്ട് നമുക്ക് ഈ ടോപ്പിൻ്റെ താഴ്വശം വരെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. താഴ്വശം എൻഡ് വരെ സ്റ്റിച്ച് ചെയ്യണ്ട കേട്ടോ. അവിടെ നിന്ന്, അതായത് താഴത്തുനിന്ന് ഇതുപോലെ മുകളിലേക്ക് ഒരു 10 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ആ ഒരു 10 ഇഞ്ച് മാർക്ക് ചെയ്തില്ല ആ ഒരു പോയിന്റ് വരെയാണ് കേട്ടോ സ്റ്റിച്ച് കൊണ്ടുവന്ന് നിർത്തേണ്ടത്. അതായത് നമ്മൾ ആ ഒരു ഭാഗത്ത് ഒരു ഓപ്പൺ കൊടുക്കുന്നുണ്ട്. ഞാൻ മുമ്പും ഇതുപോലെ ഒരു ഓപ്പൺ കൊടുക്കുന്ന ടോപ്പ് സ്റ്റിച്ച് ചെയ്യുന്നത് കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇതും ചെയ്തെടുക്കേണ്ടത്. പക്ഷേ ആ സെൻറ്ററിൽ വരുന്ന സ്റ്റിച്ചിങ്ങിൽ മാത്രമാണ് കേട്ടോ മാറ്റുള്ളത്. അപ്പോൾ നമുക്ക് ഇതുപോലെ കറക്റ്റായിട്ട് ഒരുമിച്ച് വെച്ചിട്ട് ഒരൊറ്റൊരു സ്റ്റിച്ച് മാത്രം കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ. അപ്പോൾ ബിഗിനേഴ്സൊക്കെ ആകുമ്പോൾ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ ഈ മാർക്ക് ചെയ്തതിൻ്റെ ഈ ഒരു 10 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തില്ലേ അതുവരെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് വരാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു സെൻറ്ററിൽ 2 രീതിക്കും ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. ഇതുപോലെ തന്നെ നമുക്കൊരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ഞാൻ മുമ്പ് കാണിച്ച രീതിക്കും ചെയ്ത് കൊടുക്കാം കേട്ടോ. അതായത് മുമ്പൊരു വീഡിയോയിൽ കാണിച്ചതുപോലെ ചെയ്ത് കൊടുക്കാം. പക്ഷെ നമുക്ക് തന്ന മോഡൽ ഇതുപോലെ ഒരു സ്റ്റിച്ച് കൊടുക്കാൻ പറഞ്ഞത് കൊണ്ടാണ് നമുക്ക് ഈ ഒരു രീതിക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത ശേഷം ഇതുപോലെ ആയിരിക്കും ഉണ്ടാവുക. ഇനി നമുക്ക് ഈ 10 ഇഞ്ച് വിട്ടവിടെ ഒന്ന് ഓപ്പൺ കൊടുക്കാം കേട്ടോ. ഓപ്പൺ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഇതുപോലെ ഒറ്റൊരു മടക്ക് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ നല്ലൊരു കുറച്ചും കൂടി വൃത്തിക്ക് നിൽക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ 2 ആക്കിയിട്ട് ഫോൾഡ് ചെയ്തിട്ട് നമ്മൾ സാധാരണ ഓപ്പണൊക്കെ സ്റ്റിച്ച് ചെയ്യില്ലേ, അതായത് നമ്മൾ ടോപ്പുകളുടെ സൈഡിൽ സ്ലിറ്റൊക്കെ സ്റ്റിച്ച് ചെയ്തെടുക്കില്ലേ, ആ ഒരു രീതിക്കാണ് കേട്ടോ ഞാനിപ്പോൾ ചെയ്തെടുക്കുന്നത്. അപ്പോൾ 2 സൈഡും ഞാൻ ഇതുപോലെ 2 ഭാഗം, അതായത് ഒന്ന് ഉള്ളിലേക്ക് ആദ്യം 2 ആക്കിയിട്ട് ഫോൾഡ് ചെയ്ത ശേഷം നമ്മൾ ഓപ്പൺ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് പോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് വരാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ഫിനിഷിങ്ങിൽ തന്നെ ഞാൻ ഈ പറഞ്ഞതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ എങ്ങനെയാണ് ആ പീസ് അറ്റാച്ച് ചെയ്യുന്നത് നോക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ടോപ്പിൻ്റെ നല്ല വശം ഇതുപോലെ ഫ്രണ്ടിലാക്കി വെക്കുക കേട്ടോ. നമ്മൾ ടോപ്പിൻ്റെ നല്ല വശത്ത് വെച്ചിട്ടാണ് ഈ ഒരു പീസ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അത് പ്രത്യേകം മാറിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇനി ഞാൻ ഈ പീസിൻ്റെ അളവൊന്ന് കാണിച്ചു തരാം. ഇതിൻ്റെ നീളം 11 ഇഞ്ചിലും അതുപോലെ വീതി 7 ഇഞ്ചിലാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഇത് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നതൊന്നല്ല, നമുക്ക് ഷോപ്പിൽ നിന്ന് തരുമ്പോൾ അവരുടെ ഒരു കണക്ക് പ്രകാരം തന്നെ അവർ കട്ട് ചെയ്ത് തരുന്നതാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ടോപ്പിൻ്റെ നല്ല വശത്ത് തന്നെ ഈ ഒരു പീസ് ഇതുപോലെ വെച്ച് കൊടുക്കുക കേട്ടോ. അതായത് നല്ല വശത്തിൻ്റെ മുകളിലേക്ക് ഇതുപോലെ, ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നതാണ് ഇതിൻ്റെ 2ൻ്റെയും നല്ല വശം കേട്ടോ. അപ്പോൾ വെച്ച് കൊടുക്കുന്ന സമയത്ത് ഈ ഒരു പീസ് ഉണ്ടല്ലോ കുറച്ച് നമുക്ക് നെക്കിൻ്റെ മുകളിലേക്ക് കയറ്റി വെക്കണം കേട്ടോ. ആ ഒരു പോർഷൻ മാത്രം, അതായത് ഈ ഒരു ഭാഗം മാത്രമേ ശ്രദ്ധിക്കാനായിട്ടുള്ളൂ, വേറെ ഒന്നും പ്രത്യേകിച്ച് കൺഫ്യൂഷൻ വരില്ല കേട്ടോ. അങ്ങനെ കുറച്ച് മാത്രം നമുക്ക് ഈ നെക്കിൻ്റെ മുകളിലേക്ക് ഈ ഒരു പീസ് കയറ്റി വെക്കുക. എന്നിട്ട് ഇതുപോലെ 3 സൈഡ് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. സാധാരണ നമ്മൾ ഇതുപോലുള്ള സ്ക്വയർ പീസുകളൊക്കെ അറ്റാച്ച് ചെയ്യുമ്പോൾ എങ്ങനെയാണോ സ്റ്റിച്ച് ചെയ്തെടുക്കാറ് അതുപോലെ തന്നെ ഇതിൻ്റെ 3 സൈഡ് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ബീഡ്സ് എന്തെങ്കിലും കുത്തി വെച്ചിട്ട് വേണമെങ്കിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. ഫോൾഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ഒരുപാട് നമുക്ക് ഉള്ളിലേക്ക് മടക്കി കൊടുക്കാണ്ട് ചെറിയ രീതിക്ക് മാത്രം, അതിൻ്റെ അറ്റമൊന്നും കാണാത്ത രൂപത്തിൽ മാത്രം ചെറുതായിട്ട് ഉള്ളിലേക്ക് മടക്കി കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി കേട്ടോ. പിന്നെ ബിഗിനേഴ്സൊക്കെ ആണെങ്കിൽ ഈ പറഞ്ഞതുപോലെ തുടക്കമല്ല, അപ്പോൾ ഒന്ന് കൺഫ്യൂഷൻ വരാതിരിക്കാൻ നിങ്ങൾക്ക് നെക്കിൻ്റെ സൈഡ് ആദ്യം വേണമെങ്കിൽ ഒരു സ്റ്റിച്ച് കൊടുത്ത ശേഷം ഇതുപോലെ ഫോൾഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഇല്ലെങ്കിൽ ആദ്യം ഈ സെൻറ്ററിലോ എവിടെയെങ്കിലും ഒരു സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് അതൊന്നും ഇളകി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യാം കേട്ടോ.
അപ്പോൾ ഞാനിതാ ഇവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. 3 സൈഡും നമ്മൾ ചെറുതായിട്ട് ഉള്ളിലേക്ക് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അത് വളഞ്ഞു പോകാതെ, അതായത് കറക്റ്റ് സെൻറ്ററിൽ തന്നെ വെച്ചിട്ട് വേണം കേട്ടോ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ ബാക്ക് പോർഷൻ ഇതുപോലെ ആയിരിക്കും ഉണ്ടാവുക. ഇനി നമുക്ക് ആ ബാലൻസ് പീസ് ഉണ്ടല്ലോ, ആ ചെറിയൊരു പീസ് അത് കട്ട് ചെയ്ത് കളയാം കേട്ടോ. ഇതിന് മുൻപ് നമ്മൾ സെയിം ഇതേപോലത്തെ ഒരു നെക്ക് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ സ്വീക്വൻസ് വർക്കൊക്കെ വരുന്ന നല്ലൊരു അടിപൊളി നെക്കിൻ്റെ വർക്ക് വരുന്ന ഒരു മെറ്റീരിയലാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ ചാനലിൽ പുതുതായിട്ട് കൂട്ടുകാർ വരുന്ന സമയത്ത് അവർ ചിലപ്പോൾ ആ വീഡിയോസൊന്നും കണ്ടിട്ടുണ്ടാവില്ല. അപ്പോൾ അവർക്ക് ഇതൊന്ന് ഹെൽപ്ഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇനി ആ പീസ് കട്ട് ചെയ്തെടുത്ത ശേഷം നമുക്ക് ഇതുപോലെ ക്രോസ് പീസ് വെച്ചിട്ടാണ് ആ ഭാഗം ഫിനിഷ് ചെയ്തെടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ക്രോസ് പീസ് വെച്ച് കൊടുക്കുമ്പോൾ ഇതുപോലെ കറക്റ്റ് സെൻറ്റർ ഫോൾഡ് ചെയ്ത ശേഷം ടോപ്പിൻ്റെ ചീത്ത വശത്താണ് കേട്ടോ ആ ക്രോസ് പീസ് വെച്ച് സ്റ്റിച്ച് ചെയ്യേണ്ടത്. നമുക്ക് ചെറിയ ക്രോസ് പീസ് ആയിരിക്കും കിട്ടുക. അത് 2 എണ്ണം തമ്മിൽ ആദ്യം ജോയിൻ ചെയ്തെടുത്ത ശേഷം അതിൻ്റെ സെൻറ്റർ ഫോൾഡ് ചെയ്തിട്ട് ഇതുപോലെ ടോപ്പിൻ്റെ ചീത്ത വശത്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ആ ക്രോസ് പീസിനെ ടോപ്പിൻ്റെ നല്ല വശത്താക്കിയിട്ട് ഒന്നുകൂടി പതിച്ചുകൂടി സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ഇതാ ഞാനിവിടെ നല്ല രീതിക്ക് തന്നെ ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ക്രോസ് പീസ് വെച്ച് കൊടുക്കുമ്പോൾ നമുക്ക് ഫ്രണ്ടിലേക്ക് ആക്കിയിട്ടാണ് കേട്ടോ പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നത്. എങ്കിലാണ് ആ ഭാഗം നമുക്ക് ഫിനിഷ് ചെയ്ത് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാണ് ടോപ്പിൻ്റെ ഫ്രണ്ട് പോർഷൻ വരിക കേട്ടോ. ബാക്ക് സൈഡ് ആണെങ്കിലും നല്ല രീതിക്ക് തന്നെ ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല വൃത്തിയായിട്ട് തന്നെ നെക്കൊന്നും മലർന്നു പോകാതെ നല്ല വൃത്തിയായിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇത് ഈ ഒരു തുണിൻ്റെ പ്രത്യേകത കൂടിയാണ് കേട്ടോ. അപ്പോൾ കോട്ടൺ തുണിയൊക്കെ ആകുമ്പോൾ നമുക്ക് ഇതുപോലെ അത്ര ഫിനിഷിങ്ങിൽ കിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് ആ നെക്കിൻ്റെ ഭാഗത്തൊക്കെ ചെറുതായിട്ടൊരു കട്ടിംഗ് ഒക്കെ കൊടുത്തിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടി വരും കേട്ടോ. പിന്നീട് ഞാനിതാ ബാക്ക് പീസ് ഉണ്ടല്ലോ, അതായത് ടോപ്പിൻ്റെ ബാക്ക് പാർട്ടിൽ ക്രോസ് പീസ് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അതായത് ടോപ്പിൻ്റെ നല്ല വശത്താക്കിയിട്ട് പതിച്ച് സ്റ്റിച്ച് ചെയ്യാതെ ഉള്ളിലേക്ക് ആക്കിയിട്ട് മാത്രം ഒരു സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം വേണം നമുക്ക് ഷോൾഡറുകൾ തമ്മിൽ ജോയിൻ ചെയ്ത് കൊടുക്കാനായിട്ട്. ബാക്ക് പീസിൻ്റെ ഷോൾഡറിൻ്റെ ഈ കറക്റ്റ് പോയിന്റിൽ ഇതുപോലെ ഫ്രണ്ട് പീസ് വെച്ചിട്ട് ഷോൾഡറിൽ ഒരു കെട്ട് കൂടി ഇട്ടിട്ട് നമുക്ക് ആ ഭാഗങ്ങൾ തമ്മിൽ ഒരു സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതിനുശേഷം നമുക്ക് ക്രോസ് പീസിനെ ടോപ്പിൻ്റെ ചീത്തവശത്താക്കിയിട്ട് ഒന്ന് പതിച്ചുകൂടി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് വരാം കേട്ടോ. പിന്നെ അതുപോലെ ഞാനിവിടെ 2 സ്ലീവ്സ് കൂടി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അതായത് സ്ലീവ്സിൻ്റെ താഴ്വശത്ത് നമ്മൾ ഇതുപോലെ ഈ ഒരു പീസ് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ മുമ്പത്തെ വീഡിയോസിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണിച്ചിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യാത്തത്. പിന്നെ നമുക്ക് പീസ്, അതായത് സ്ലീവിൽ വയ്ക്കാനുള്ള പീസുകൾ ചെറിയൊരു പീസായിട്ട് കട്ട് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു ഓൾറെഡി ഈ ഒരു മെറ്റീരിയൽ തരുമ്പോൾ. അപ്പോൾ ആ പീസ് നമുക്ക് ഇതുപോലെ ആദ്യം സ്ലീവിൻ്റെ ചീത്തവശത്താക്കിയിട്ട് സൈഡിലൂടെ ഒരു സ്റ്റിച്ച് കൊടുത്തിട്ട് പിന്നീട് സ്ലീവിൻ്റെ നല്ല വശത്ത് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. സ്ലീവിൻ്റെ 2 അറ്റത്തും ഞാനിപ്പോൾ ചെറുതായിട്ട് 1/2 ഇഞ്ചിൽ വിട്ടിട്ടുണ്ട്. അത് നമുക്ക് ഷേപ്പ്, അതായത് മേലടി കൊടുക്കുന്ന സമയത്ത് ഉള്ളിലേക്ക് പോകും. അപ്പോൾ അത് കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ മുഴുവനായിട്ട് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതുപോലെ ആയിരിക്കും ടോപ്പിൻ്റെ ഫൈനൽ സ്റ്റിച്ചിങ് വരിക കേട്ടോ. ഇതിൻ്റെ ബാക്കി എല്ലാ സ്റ്റിച്ചിങ്ങും നമ്മൾ മുമ്പത്തെ വീഡിയോസിലൊക്കെ കാണിച്ചിട്ടുണ്ട്. നമ്മുടെ പഴയ വീഡിയോസിലൊക്കെ നമ്മൾ ഓപ്പൺ വെച്ചിട്ടുള്ള ടോപ്പ് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കാണാത്തവർ ഞാൻ മുകളിൽ വേണമെങ്കിൽ ഐ ബട്ടണിൽ കൊടുക്കാം, താല്പര്യമുള്ളവർ കയറി കണ്ടു നോക്കുക. ഇതിലിപ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് നെക്കിൻ്റെ ഭാഗമാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ആ ഒരു ഭാഗം മാത്രം ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തന്നത് കേട്ടോ. അതിനുശേഷം നമ്മൾ ഈ പറഞ്ഞതുപോലെ സ്ലീവ്സും അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ സൈഡിലൂടെ മേലടി കൊടുത്ത ശേഷമാണ് കേട്ടോ നമ്മൾ താഴ്വശത്ത് മടക്കി സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിലിപ്പോൾ ഓപ്പൺ ടോപ്പ് അല്ലാത്തത് കൊണ്ട് നമുക്ക് എൻഡ് വരെ ആദ്യം സൈഡ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്ത ശേഷം ഏറ്റവും അവസാനം വേണം കേട്ടോ ടോപ്പിൻ്റെ താഴ്വശം ഒരു 1/2 ഇഞ്ചിൽ ഇതുപോലെ ഉള്ളിലേക്ക് ആക്കിയിട്ട് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ഇതുകൂടി കഴിഞ്ഞാൽ ഈ ഒരു ടോപ്പിൻ്റെ സ്റ്റിച്ചിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഈ ഒരു മെറ്റീരിയൽ കളക്ട് ചെയ്ത സമയത്തുള്ള വീഡിയോ നമ്മൾ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഈ ഒരു മെറ്റീരിയലിൻ്റെ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്ത് എടുക്കുന്നത് വെള്ളിയാഴ്ച രാത്രിയാണ് കേട്ടോ. നമ്മൾ ശനിയാഴ്ചയാണ് ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. നിങ്ങൾക്കറിയാം നമ്മൾ ടോട്ടൽ എടുത്തിട്ടുണ്ടായിരുന്നത് 44 പീസാണ് ഒരു കെട്ടിലുണ്ടായിരുന്നത്. അങ്ങനെ 2 കെട്ട് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് മെറ്റീരിയൽ തരുന്ന സമയത്ത് തന്നെ അവർ എപ്പോഴാണ് റിട്ടേൺ കൊടുക്കേണ്ടതെന്നും പറഞ്ഞിട്ടാണ് കേട്ടോ. നമ്മുടെ കയ്യിൽ ചോദിച്ചിട്ടാണ് നമുക്ക് എടുക്കാൻ പറ്റുകയാണെങ്കിൽ മാത്രമാണ് അവർ നമ്മുടെ കയ്യിൽ നിന്ന് ഓർഡർ എടുക്കുകയുള്ളൂ.
അതായത് നമ്മളുടെ എത്ര കെട്ടാണ് വേണ്ടത് എന്ന് പറയണം കേട്ടോ ആദ്യം കൂട്ടി അവരോട്. അങ്ങനെ ഞാൻ 2 കെട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു കെട്ട് ഞാൻ വേറൊരാൾക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. ബാക്കി ഒരു കെട്ടാണ് കേട്ടോ ഞാൻ എടുത്തത്. പക്ഷേ ആ ഒരു കെട്ട് കംപ്ലീറ്റ് ചെയ്യുന്ന കാര്യത്തിൽ ഭയങ്കര ടാസ്ക് പിടിച്ചൊരു പരിപാടിയായിരുന്നു കേട്ടോ. കാരണം എല്ലാവർക്കും അറിയാം നമ്മൾ മോട്ടർ പോലും ഇല്ലാത്ത സാധാരണ ഒരു മെഷീനാണ് യൂസ് ചെയ്യുന്നത്. അത് ആ ഒരു സാധാരണ മെഷീൻ എന്ന് പറയുമ്പോൾ നമ്മൾ റെഗുലറായിട്ട് ഒരുപാട് യൂസ് ചെയ്താൽ അതിന് ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാവും കേട്ടോ. കാരണം ഞാനിപ്പോൾ ഈ ഒരു വർക്ക് സ്റ്റാർട്ട് ചെയ്ത ശേഷം മുതലാണ് എനിക്ക് സത്യത്തിൽ മെഷീനിൽ ഓരോ പ്രശ്നങ്ങൾ വന്നു തുടങ്ങിയത് കേട്ടോ. അപ്പോൾ ഞാൻ ഇപ്പോൾ കൂടുതലായിട്ട് എടുത്തതും ഈ ഒരു വർക്കിൽ നമ്മൾ കൂടുതലായിട്ട് തന്നെ മെറ്റീരിയൽ എടുത്തിട്ടുണ്ടായിരുന്നു. ഇതിന് മുൻപ് എൻ്റെ ഒരു കണക്കിൽ ഞാൻ അത്ര മെറ്റീരിയൽ എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ അടുപ്പിച്ച് ഈ 2 ദിവസം സ്റ്റിച്ച് ചെയ്തപ്പോൾ ലാസ്റ്റ് വെച്ചിട്ട് എനിക്ക് നല്ലൊരു പണി കിട്ടിയിട്ടാണ് മെഷീനിൽ. ഈ പറഞ്ഞതുപോലെ ബോബിൻ കേസിലാണെങ്കിൽ സ്റ്റിച്ച് നല്ല രീതിക്ക് കട്ട പിടിച്ചിട്ടൊക്കെ വന്നിട്ട് ആകെ പണി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ മെഷീൻ. അപ്പോൾ ഞാൻ സ്റ്റിച്ചിങ്ങൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം ഒരു 10-20 എണ്ണത്തോളം ഞാൻ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നീട് നമുക്ക് ഈ പറഞ്ഞതുപോലെ കൊടുക്കേണ്ട സമയമായി. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്നുള്ളൊരു ടെൻഷന് കൂടി ആയിട്ടാണ്. അങ്ങനെ നമ്മുടെ ഭാഗത്ത് ഈ പറഞ്ഞ പോലെ വേറെയും ആൾക്കാരുണ്ടാവുമല്ലോ സ്റ്റിച്ച് ചെയ്യുന്നത്. അങ്ങനെ ഞാൻ വേറൊരു താത്തയായിട്ട് കണക്ട് ചെയ്തിട്ട് നമ്മൾ ബാക്കി 20 പീസ് അവരുമായിട്ട് ഷെയർ ചെയ്തിട്ടാണ് കേട്ടോ പിന്നീട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ട് ആ വെള്ളിയാഴ്ച രാത്രി നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ തുടക്കത്തിൽ തന്നെ നമുക്ക് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടും നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടും ഈ ഒരു ടോപ്പ് മാറ്റി വെച്ചതായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു വീഡിയോ മാത്രമാണ് എനിക്ക് ഈ വെള്ളിയാഴ്ച രാത്രി ഭയങ്കര തിരക്കിട്ട് ചെയ്യേണ്ടതായിട്ട് വന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ വീഡിയോ രാത്രി എടുക്കുന്നതും നമ്മൾ ഈ ഫ്ലാഷ് ഉണ്ടല്ലോ, അതായത് ഫോണിൽ ക്യാമറ ഓണാക്കിയ സമയത്ത് അതിൻ്റെ ഫ്ലാഷിൻ്റെ വെട്ടത്തിൽ ഈ പ്രാണികളൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ നമുക്ക് ഈ വെളിച്ചത്തിൽ വന്ന് നിൽക്കുന്നതാണ് കേട്ടോ ഈ വീഡിയോൻ്റെ ഇടയിലൊക്കെ വരുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ ഏറ്റെടുത്തത് കൊണ്ട് തന്നെ നമുക്കത് റിട്ടേൺ കൊടുക്കാനോ ഈ പറഞ്ഞതുപോലെ നമുക്ക് ചെയ്യാതെ നിവർത്തിയില്ല. എന്തായാലും ചെയ്തേ പറ്റൂ. അതിപ്പോൾ ആര് ചെയ്തു എങ്ങനെ ചെയ്തു എന്നൊന്നും നമ്മൾ ഈ വാങ്ങിച്ച ആൾക്ക് അറിയേണ്ട ആവശ്യമില്ല കേട്ടോ. നമ്മൾ എത്ര മെറ്റീരിയലാണോ അവൻ്റെ നിന്ന് എടുത്തത് അത് ഫുള്ളായിട്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്ത് കൊടുത്തേ പറ്റുള്ളൂ. അപ്പോൾ എനിക്ക് കറക്റ്റ് സമയത്ത് ഇങ്ങനൊരു സഹായം ആ താത്ത ചെയ്തത് കൊണ്ട് എനിക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ വീഡിയോയിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ പറഞ്ഞതുപോലെ 2 കെട്ട് എടുത്തിട്ടുണ്ട്, അതുപോലെ ഞാൻ 44 പീസ് എടുത്തിട്ടുണ്ടായിരുന്നു എന്നൊക്കെ നമ്മൾ വീഡിയോയിൽ കാണിച്ചതുമാണ്. അപ്പോൾ എന്തായാലും നമുക്ക് കറക്റ്റ് സമയത്ത് ഇങ്ങനൊരു സഹായം കിട്ടിയതുകൊണ്ട് ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു. അപ്പോൾ ആ ഒരു താത്ത ഉദ്ദേശിച്ചത് കൊണ്ട് കൂടിയിട്ടാണ് കേട്ടോ നമുക്ക് ഈ ഒരു വർക്ക് പറഞ്ഞ സമയത്ത് തന്നെ കറക്റ്റായിട്ട് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റിയതും. അപ്പോൾ ചിലപ്പോൾ ചില വർക്കുകളും ഇല്ലെങ്കിൽ ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെ തന്നെ ആയിരിക്കും കേട്ടോ. നമ്മൾ പ്രതീക്ഷിച്ച പോലെ അല്ലെങ്കിൽ നമ്മൾ കണക്ക് കൂട്ടിയതുപോലെ ഒന്നും കാര്യങ്ങൾ നീങ്ങിക്കൊള്ളണം എന്നില്ല. അപ്പോൾ ഈ പറഞ്ഞതുപോലെ എല്ലാം മുൻകൂട്ടി കണ്ടിട്ട് വേണം. അപ്പോൾ എനിക്കും ആഗ്രഹമുണ്ട് കേട്ടോ മെഷീനിൽ മോട്ടർ വെക്കണമെന്നും ഇല്ലെങ്കിൽ പവർ മെഷീൻ വാങ്ങണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷേ അത് ചില പ്രത്യേക സാഹചര്യങ്ങൾ കൊണ്ട് എനിക്കത് കഴിയണില്ല. കാരണം എനിക്ക് നടക്കാൻ പറ്റായികയോ ഇല്ലെങ്കിൽ നമ്മുടെ ഇക്ക വാങ്ങിത്തരായികയല്ല. അപ്പോൾ അത് എൻ്റെ ഇക്ക വാങ്ങിത്തരില്ല എന്നൊരു വാശിയിലാണ് കേട്ടോ. അപ്പോൾ അതെന്തൊക്കെയാണ് ഇല്ലെങ്കിൽ അതിൻ്റെ റീസണും കാര്യങ്ങളൊക്കെ എന്താണെന്നുള്ളത് ഞാൻ വഴിയെ പറയാം കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മളിതാ മാഷാ അല്ലാഹ് എല്ലാ വർക്കുകളും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ആ കൊടുത്ത താത്ത സ്റ്റിച്ച് ചെയ്തിട്ട് നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അവരുടെയും കൂടിയിട്ട് എല്ലാതും കൂടിയിട്ടുള്ള ഒരു കളക്ഷനാണ് കേട്ടോ ഇപ്പോൾ ഇതിൽ കാണിക്കുന്നത്. അതായത് ടോട്ടൽ 88 പീസാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് കേട്ടോ. പിന്നെ എത്ര തന്നെ ബുദ്ധിമുട്ടാണ് ടെൻഷനാണ് എന്നൊക്കെ പറഞ്ഞാലും ഈ ഒരു വർക്ക് ചെയ്യുമ്പോൾ കിട്ടുന്നൊരു മനസ്സുഖം ഉണ്ടല്ലോ. അതായത് നമുക്ക് മനസ്സിന് ഇഷ്ടപ്പെട്ടുകൊണ്ട് ഒരു ജോലി ചെയ്യുമ്പോൾ അതൊരു മനസ്സിന് എന്താ പറയുക ഭയങ്കര ഒരു ആശ്വാസം പോസിറ്റീവ് എനർജിയാണ് കേട്ടോ. നമുക്ക് ഈ ഓരോ ടോപ്പ് സ്റ്റിച്ച് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ നമ്മുടെ ഓരോ വർക്ക് കംപ്ലീറ്റ് ചെയ്യുമ്പോഴും നമുക്ക് ഭയങ്കര ആശ്വാസം അല്ലെങ്കിൽ ഒരു സമാധാനമാണ് കേട്ടോ. ഇത് ഫുള്ളും സ്റ്റിച്ച് ചെയ്തെടുത്ത് ഈ പറഞ്ഞതുപോലെ നമ്മൾ ഈ കെട്ടിട്ട് കൊടുത്ത് അവരുടെ ആ ഒരു വീട്ടിൽ കൊണ്ടുവന്ന് കൊടുക്കുന്നത് വരെ നമുക്ക് ഒരു ടെൻഷൻ തന്നെ ആയിരിക്കും. പക്ഷേ ഇത് ചെയ്യുന്ന നമ്മളല്ലെങ്കിൽ ഏറ്റെടുക്കുന്ന ഓരോ വർക്കും നമുക്ക് ഭയങ്കര ഒരു സന്തോഷം തരുന്നുണ്ട് കേട്ടോ. നമുക്ക് വേറെ എന്തൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിലും ഈ പറഞ്ഞതുപോലെ നമുക്ക് നമ്മുടെ വർക്ക് സന്തോഷപരമായിട്ട് ചെയ്യുമ്പോൾ നല്ലൊരു വൈബാണ് കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള ഫീൽഡിലോ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ സ്വയം ഇഷ്ടപ്പെട്ടുകൊണ്ട് ഒരു ജോബ് നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് തരുന്ന ഒരു പോസിറ്റീവ് എനർജി ഒന്ന് വേറെ തന്നെയാണ് കേട്ടോ. രാവിലെ നേരത്തെ എഴുന്നേറ്റ് നമ്മുടെ മക്കളുടെ കാര്യം നമ്മുടെ ഇക്കമാൻ്റെ കാര്യങ്ങളും അതുപോലെ വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ നോക്കി നമ്മൾ അതിൻ്റെ ഇടയിൽ കൂടെ ഒരു ജോലിയും കൂടി ചെയ്യുന്നുണ്ട്, ഇല്ലെങ്കിൽ അത് നമുക്ക് കറക്റ്റായിട്ട് നല്ല സന്തോഷത്തോടു കൂടി ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ
അതിനേക്കാളും വലിയൊരു സന്തോഷം അല്ലെങ്കിൽ സമാധാനം വേറെ ഒന്നുമില്ല കേട്ടോ. മനസ്സിന് സ്വസ്ഥതയും സമാധാനവും നൽകുന്ന ഒരു കാര്യവും നമ്മൾ ഒരിക്കലും മുടക്കം വരുത്തരുത്. അതൊരിക്കലും നമ്മൾ വേണ്ടെന്ന് വെക്കരുത് കേട്ടോ. അപ്പോൾ ഈ ഒരു വർക്ക് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം എന്നിൽ തന്നെ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ വർക്കും കാര്യങ്ങളെല്ലാം ഇവിടെ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇത്രയും ടോപ്പുകളാണ് നമ്മൾ വ്യത്യസ്ത കളറിൽ ആ ഒരു പീസൊക്കെ വന്നിട്ടുണ്ട്. അതൊക്കെ ഞാൻ ഈ പറഞ്ഞതുപോലെ ഓരോന്നിനും ഓരോ രീതിക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ എല്ലാ കെട്ടിലും 22 പീസ് വീതം ഞാൻ കെട്ടിയും കൂടി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ കാണിക്കാനുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്